ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ചായക്കൊപ്പമോ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ഉണ്ടയുടെ റെസിപ്പിയാണ്. തിരുവനന്തപുരം ഭാഗത്ത് ഗോതമ്പുണ്ടാന്ന് പറയും, ഗോതമ്പ് കൊഴുക്കട്ടയെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് ഞാൻ 1/2 കിലോ പാക്കറ്റിൻ്റെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെറിയൊരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ഭാഗത്തിൽ കൂടുതൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഈ ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരുപോലെ ആക്കിയെടുക്കാമേ. അതിനുശേഷം ചെറു ചൂടുവെള്ളം ആവശ്യത്തിനൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. അതിനു മുമ്പ് പുതിയതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടെയുണ്ട്, ഹൈപ്പ് ഓപ്ഷൻ കൂടെ തന്ന് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ മയത്തിൽ നമുക്ക് ഗോതമ്പ് മാവിനെ കുഴച്ചെടുത്ത് വയ്ക്കാമേ. നമുക്കിങ്ങനെ എടുക്കുമ്പം ഉരുണ്ട് കിട്ടണം. ആ പരുവത്തിൽ നമുക്ക് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാം. കുഴച്ച് വെച്ച ഗോതമ്പ് മാവ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് അതിൽ 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മാവിനെ വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടിയെടുക്കാമേ. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയ്യിലേക്ക് തൊട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാ മാവും ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എല്ലാ മാവും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ ഉരുളകളും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാമേ. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഉരുളകൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുമ്പം ഇതുപോലെ നമുക്ക് എല്ലാத்தைയും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ വിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മറിച്ചും തിരിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിലേക്ക് ലേശം ഉപ്പും ജീരകവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ചിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ജീരകത്തിൻ്റെയും ഗോതമ്പിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാകും. ഇതുപോലെ നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈർക്കിലോ പപ്പടം കുത്തിയോ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് നമുക്കറിയാം. അതിൽ പറ്റി പിടിച്ചിട്ടില്ല എന്നെങ്കിൽ കറക്റ്റ് വേവാന്നാണ് അർത്ഥം. അപ്പം നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്ത് കോരി മാറ്റാം. എൻ്റെത് വെന്തിട്ടുണ്ട്, ഞാനത് കോരി മാറ്റുകയാണേ. ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയ വെള്ളമില്ല, അത് നമുക്ക് ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. ഇത് നമ്മുടെ ഗോതമ്പ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡായി ഞാനൊരു ചമ്മന്തിയോടെ അരച്ചിട്ടുണ്ട്. സവാളയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും വെച്ച് അരച്ച് ഒരു മുളക് ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്. ചെറു ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.